ഞാനുള്ളത് അപകടം നടന്ന സ്ഥലത്താണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. നമുക്ക് ഈ ഒരു പകൽ വെളിച്ചത്തിൽ ആദ്യമേ ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കാരണം ഇത്രയും നേരം ഉണ്ടായിരുന്നതെല്ലാം ഇരുട്ടിൽ നിന്നുള്ള വിഷ്വലാണ്. എത്രത്തോളം ആഘാതമുള്ള, എത്രത്തോളം ശക്തിയേറിയ ഇടിയായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. അതായത് വാഹനത്തിൻ്റെ ഏകദേശം ഒരു കാൽ ഭാഗത്തോളം ഇടിച്ച് അകത്തേക്ക് കയറിപ്പോയ നിലയിലാണുള്ളത്. എഞ്ചിനടക്കം ഗുരുതരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ചെയ്സ് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ്. അത്തരത്തിൽ വളരെ ശക്തിയേറിയ ഒരു ഇടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് ഈ പകൽ വെളിച്ചത്തിലെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പുറകിൽ കാണുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആ ബസ്സും ഈ കാറും കൂടി കൂട്ടിയിടിക്കുകയായിരുന്നു. ദേശീയപാത, പഴയ ദേശീയപാതയിൽ കളർകോട് ജംഗ്ഷൻ, അതായത് AC റോഡിന് തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കളർകോട് ജംഗ്ഷന് അല്പം വടക്കോട്ട് മാറിയാണ് അപകടം ഉണ്ടായത്. ഇതാണ് പഴയ ദേശീയപാത. നമുക്ക് അങ്ങ് ആ ഒരു ട്രാഫിക് സിഗ്നൽ ലൈറ്റ് കാണാമെന്ന് തോന്നുന്നു. അങ്ങ് വിദൂരതയിൽ ഒരു ചുമല വെട്ടം കാണാമെന്ന് തോന്നുന്നു. അവിടെയാണ് ആലപ്പുഴ ബൈപ്പാസ് ഉള്ളത്. ആലപ്പുഴ ബൈപ്പാസ് വന്നതിന് ശേഷം വാഹനങ്ങളൊക്കെ ദീർഘദൂര യാത്രക്കാർ എറണാകുളം അല്ലെങ്കിൽ എറണാകുളത്തു നിന്ന് തിരിച്ചു വരുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് ബൈപ്പാസ് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ദിശയിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഉള്ളത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഈ ആലപ്പുഴ നഗരത്തിലേക്ക് വന്നത്. എറണാകുളം ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബൈപ്പാസിലൂടെ പോകും. എന്നാൽ വണ്ടാനം മെഡിക്കൽ ഈ സിനിമയ്ക്കൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് അവർ ഈ നഗരത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ വഴി വന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങ് ദൂരെ നമുക്കൊരു 1 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് കാണാൻ വേണ്ടി സാധിക്കും. അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. രാത്രി 9 മണി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ റോഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി, പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത്ര വലിയ വേഗതയുണ്ട് എന്ന്, കാരണം വലിയ വേഗതയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ വേണമെങ്കിൽ വേഗത എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അത്രയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായതുകൊണ്ട് വേണമെങ്കിൽ വേഗതയിൽ വാഹനം ഓടിച്ച് എത്താൻ വേണ്ടി സാധിക്കും. ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തെത്തിയപ്പോഴാണ് വാഹനം മറുവശത്ത് നിന്ന് തെന്നി ഇപ്പുറത്തേക്ക് വന്ന് KSRTC ബസ്സിൻ്റെ മുൻഭാഗത്തേക്ക് ഇടിച്ച് കയറുന്നത്. ഈ ഭാഗത്താണ്, അതായത് ഈ KSRTC ബസ് കായൽക്കുളത്തേക്ക് വന്നതാണ്. തെക്കോട്ട് ഡയറക്ഷനിലാണ് വന്നത്. ആ ഡയറക്ഷനിൽ തന്നെയാണ് ഈ KSRTC ബസ് നിലവിൽ കിടക്കുന്നതും. വാഹനത്തിനപ്പുറത്ത്, അതായത് വടക്ക് ഭാഗത്തേക്ക് വന്ന കാറ് അപ്പുറത്ത് നിന്ന്, റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് തെന്നി മാറി റോഡ് മറിച്ച് ഈ ഭാഗത്ത് വന്ന് ഇടിക്കുകയായിരുന്നു. KSRTC ബസ് അല്പം വേഗത കുറഞ്ഞത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ഗുരുതരം. കാരണം 11 പേരായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ KSRTC ബസ്സും വേഗതയിലായിരുന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന യാത്രക്കാരുടെയും സ്ഥിതി മോശമായതിനെ. നിലവിൽ KSRTC യാത്രക്കാർക്ക് അത്ര ഗുരുതരമായ പ്രശ്നമില്ല. ചെറിയ മുറിവുകൾ ഒക്കെ തന്നെ ഉള്ളത്. അങ്ങനെ അപകടമുണ്ടാകുന്നു. 9 മണിയോടുകൂടി നാട്ടുകാരാണ് ആദ്യം എത്തുന്നത്. തുടർന്ന് വിവരം ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ അറിയിക്കുകയായിരുന്നു. ആലപ്പുഴ നഗരത്തിന് ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി വാഹനം വെട്ടിപ്പൊളിച്ച് വിദ്യാർത്ഥികളെ പുറത്തെടുക്കുകയായിരുന്നു. ആദ്യം ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ബാക്കി 10 പേരെയും വേഗം തന്നെ തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രി, അത് പഴയ മെഡിക്കൽ കോളേജാണ്, ആ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീടാണ് അവിടെ നിന്ന് അവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഒരു സ്ഥിരമായി അപകടം നടക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അപകട സാധ്യതയുള്ള ഒരു ബ്ലാക്ക് സ്പോട്ട് ഒന്നുമല്ല ദേശീയപാതയായുള്ള ഈ സ്ഥലം. കാരണം ഇവിടെ തെരുവുവിളക്കുകളുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇപ്പോൾ തന്നെ നമുക്കൊരു നഗരത്തിലേക്ക് കയറുന്ന വഴിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം വാഹനത്തിരക്ക് എപ്പോഴുമുള്ള സ്ഥലമാണ്. ബൈപ്പാസ് വരുന്നതിന് മുൻപാണെങ്കിൽ വലിയ തിരക്ക്, വളരെ ഗതാഗതം, ആലപ്പുഴ നഗരം കടന്നു പോകണമെങ്കിൽ കുറച്ചധികം സമയം, അത്രയ്ക്കധികം തിരക്കുള്ള സമയമായിരുന്നു. ബൈപ്പാസ് വന്നതുകൊണ്ട് അത്ര വലിയ തിരക്കില്ല. അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഒരു രാത്രി കാല ജീവിതമൊന്നുമില്ലാത്ത, അത്ര വലിയ രാത്രികാല ജീവിതമൊന്നും ഇല്ലാത്ത നഗരമാണ് ആലപ്പുഴ. സിനിമയ്ക്കൊക്കെ ആളുകൾ വരും. എന്തെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ആഹാരം വന്ന് കഴിച്ചു മതി. ദീർഘദൂര യാത്രക്കാരൊക്കെ നിന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്നല്ലാതെ അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലമൊന്നുമല്ല. ഈ കുട്ടികൾ സിനിമ കാണാൻ വേണ്ടി ആലപ്പുഴ നഗരത്തിലെ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിയതാണ്. ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടുകൂടിയാണ് അവർ ബൈപ്പാസിൽ നിന്ന് ഈ പഴയ NH ഹൈവേയിലേക്ക് കയറിയതും. വന്ന് ഇവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. നമ്മൾ മുമ്പേ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതൊന്നും വളരെ വാഹനം ഇടിച്ച് അകത്തേക്ക് കയറിപ്പോകുന്ന ഗുരുതരമായ സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഡ്രൈവറുടെ ഭാഗമല്ല, മറിച്ച് കോ ഡ്രൈവറുടെ ഭാഗത്താണ് അപകടമുണ്ടായത്. ആ കോ ഡ്രൈവറുടെ ഭാഗത്തിരുന്ന ആളുകൾക്കാണ് ഗുരുതരമായി
സാരമായി പരിക്കേറ്റു. രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ ഇവിടെ എത്തി. കാരണം ഇങ്ങനെയൊരു അപകടം ഈ ഭാഗത്ത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അപകട സാധ്യതയല്ല. ചേട്ടാ, ഇവിടെ ഇങ്ങനെ അപകടം നടക്കാറുണ്ടോ സാധാരണ നിലയിൽ? ഇവിടെ അപകടം ഉണ്ടായിട്ടില്ല. യാതൊരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. ആദ്യമായിട്ട് ഇത്ര വലിയൊരു അപകടം ഉണ്ടാകും. അങ്ങനെ ഒരു അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ മഴയുടെ പ്രശ്നം കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. മഴയായിരുന്നല്ലോ അല്ലേ? എന്നോ മഴ. മെയിൻ പ്രശ്നമാണ്. ഇവിടെ ഇതുവരെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് അല്ലേ? മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റേ വണ്ടി മറ്റേ കമ്പി വണ്ടിയൊക്കെ അല്ലേ ഓരോരുത്തരൊക്കെ എടുത്ത് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കരമായി. ഈ ബൈപ്പാസ് വന്നതിന് ശേഷം അങ്ങനെ അപകടം വളരെ കുറവാണ് തന്നെ. കുറവായിരുന്നു. ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എന്നാലും ഒരു ഭയങ്കരമായ അത് കേട്ടപ്പോൾ അല്ലേ? എല്ലാം വെച്ച് കുറെ ജീവൻ 5 പോയില്ലേ? ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ട്. കാരണം കിഴക്കെന്ന് വന്ന് കയറുന്ന വണ്ടിയാണെങ്കിൽ അപകടം ഇതിൻ്റെ മുന്നിൽ ചാടാമെന്ന് വിചാരിക്കും. നേരെ വരുന്ന വണ്ടി അങ്ങനെ ചാടുന്നു. ഭയങ്കരമായ അപകടമായിരുന്നു. അങ്ങനെ ആളുകൾക്കൊക്കെ വലിയ ആശങ്കയും അമ്പരപ്പും ഒക്കെ ഉണ്ട് ഈ അപകടത്തെക്കുറിച്ച്.